ഭീകരവാദ കേസിൽ ബംഗളൂരു ജയിലിലുള്ള തടിയന്റെ നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിൽ ഡോക്ടർ അടക്കം 3 പേർ അറസ്റ്റിൽ. ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലുള്ള ഒരു പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെയാണ് NIA പിടികൂടിയത്. വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ NIA പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് നിർണായകമായ വിവരങ്ങളാണ്. ജയിൽ സൈക്കാട്രിസ്റ്റ് അടക്കം, അതായത് ഒരു ജയിലിലേക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ഉള്ള ജയിൽ ഡോക്ടർ അടക്കം ഇങ്ങനൊരു ഫോൺ എത്തിച്ചു നൽകുന്നതിൽ പ്രതികളാണ് എന്നതാണ് അറിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്നലെയാണ് NIA ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകങ്ങൾ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്, അവർ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജയിലിലെ ഡോക്ടർ തന്നെയാണ് ഇതിന് പിന്നിൽ ഉണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ജയിലിലെ തന്നെ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഇതിന്റെ ഭാഗമായി പിടിയിലായിട്ടുണ്ട്. അങ്ങനെ 3 പേർ, അതായത് ഒരു ഡോക്ടർ, ഒരു ASI, മറ്റൊന്ന് ഈ കേസുകളിൽ പ്രതിയിലായിട്ടുള്ള ജുനൈദ് അഹമ്മദ് എന്ന പ്രതിയുടെ അമ്മ ഫാത്തിമ എന്ന ഒരു സ്ത്രീയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഭാഗമായി NIAയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തടിയന്റെ വിട നസീറിന് നിരവധി തവണ ഇത്തരത്തിൽ ഫോൺ ലഭ്യമാകുന്നു. മറ്റ് ഇടപാടുകൾ ഇത്തരത്തിൽ ഈ ജയിൽ കേന്ദ്രീകരിച്ച് ഇയാൾ നടത്തുന്നു എന്നുള്ള രഹസ്യ വിവരങ്ങൾ നേരത്തെ NIAക്ക് ലഭ്യമായിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതൊക്കെ NIAക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ റെയ്ഡ് ബംഗളൂരുവിലെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി. അത് 5 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ 3 പേർ പിടിയിലാകുന്നത്. അതായത് ഈ ഡോക്ടർക്ക് പങ്കുള്ളതായിട്ടുള്ള ചില സംശയങ്ങൾ മാത്രമായിരുന്നു നേരത്തെ NIAക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ഡോക്ടറുടെ വീട്ടിലെത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തത്. അതായത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഇവർ പ്രവർത്തിച്ചിരുന്നു. അതിനായി ഡോക്ടർ നാഗരാജ് ഈ മൊബൈൽ ഫോണുകൾ നിരവധി തവണ ഈ തടിയന്റെ വീട് നസീറിന് കൈമാറും. അതായത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ ഡോക്ടർ ഫോൺ നസീറിന് കൈമാറുകയും അത് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് തിരികെ കൊടുക്കുകയും ചെയ്യും. ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ASIയുടെ കയ്യിൽ ഈ ഫോൺ കൈമാറും. ASI മുഖേനയാണ് നസീറിന്റെ കയ്യിലേക്ക് ഈ ഫോൺ എത്തുകയും ചെയ്ത്, അങ്ങനെ ആരെയാണോ വിളിക്കേണ്ടത് ആ ഫോൺ കോൾ കഴിഞ്ഞതിന് ശേഷം തിരികെ അതേ രീതിയിൽ തന്നെ ഫോൺ മടക്കി നൽകുകയാണ് ചെയ്യാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ഡിജിറ്റൽ രേഖകൾ NIA പിടിച്ചെടുത്തിട്ടുണ്ട്. നാഗരാജിന്റെയും ഒപ്പം തന്നെ ഈ പിടിയിലായി എന്ന് പറയുന്ന സ്ത്രീയുടെയും ഒക്കെ വീട്ടിൽ, അനീസ് ഫാത്തിമയുടെ വീട്ടിലും NIA വ്യാപകമായി പരിശോധന നടത്തി. അതിൽ നിന്ന് കുറച്ചധികം ഡിജിറ്റൽ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട NIA അന്വേഷിച്ചു വരികയാണ്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം 2008 ബംഗളൂരു സ്ഫോടന കേസ് ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ പ്രധാനപ്പെട്ട പ്രതികളിൽ തടിയന്റെ നസീർ ഒഴികെ മറ്റാൾ 9ഓളം പേർ ഇപ്പോഴും പിടിയിലാകാനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരുമായി ബന്ധമുള്ള നിരവധി ആളുകളിലേക്ക് NIA അന്വേഷണം വ്യാപിക്കുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഇതിൽ മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള ജുനൈദിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കൃത്യമായ രേഖകൾ NIAക്ക് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജയിലിൽ നിന്ന് ഈ പ്രതികൾക്ക് വലിയ സഹായം ലഭ്യമാകുന്നുണ്ട്. നിരന്തരം ഇത്തരത്തിൽ പുറത്തുള്ള ആളുകളുമായി സംസാരിക്കാൻ നസീറിന് വഴിയൊരുക്കി കൊടുക്കുന്നത് ഈ ജയിലിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ഒരു സംശയം മാത്രമായിരുന്നു. അത് പിന്നീട് ഈ ഫാത്തിമയെ ചോദ്യം ചെയ്തതിലൂടെയാണ് കൃത്യമായി ഡോക്ടർ നാഗരാജുവിലേക്കും ഒപ്പം തന്നെ ASIയിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നത്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി NIA പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ NIAയുടെ ബംഗളൂരു യൂണിറ്റിന്റെ കസ്റ്റഡിയിലാണ് ഈ 3 പേരുമുള്ളത്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ തിരച്ചിലിനിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികളുടെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഒപ്പം തന്നെ പണം, സ്വർണം, കുറ്റകരമായ ചില രേഖകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് പദ്ധതിയിട്ടു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ NIAക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള മറ്റ് വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ബംഗളൂരു നഗരം കേന്ദ്രീകരിച്ച്, ബംഗളൂരിലെ നിരവധി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് NIAയുടെ പരിശോധന ശക്തമാക്കിയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യാപകമായ റെയ്ഡിലാണ് ഇത്തരത്തിൽ
ഈ രേഖകളും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വഴിത്തിരിവാവുന്ന അല്ലെങ്കിൽ ഈ തടിയൻ്റെവിട നസീർ ആർക്കൊക്കെയാണോ ഫോൺ ചെയ്തിട്ടുള്ളത് അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഇതിലൂടെ മറ്റു പ്രതികളിലേക്ക് കൂടി എത്താൻ സഹായകരമാകുമെന്ന് തന്നെയാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിൽ അന്ന് ഈ സ്ഫോടന കേസിലുണ്ടായിരുന്ന മറ്റു പ്രതികളിലേക്ക് ഏതെങ്കിലും തരത്തിൽ നസീർ ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഒരു നടപടിയാണ് NIA ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. 3 പേരാണ്. അത് ജയിൽ സൈക്കാട്രിസ്റ്റ്, ഏറ്റവും എളുപ്പത്തിൽ ഒരു ജയിലിലേക്ക് കടന്നെത്താവുന്ന ആളാണ്. ജയിൽ സൈക്കാട്രിസ്റ്റും ASIയും ഒപ്പം അവിടെ ജയിലിലുള്ള ഒരു പോലീസുകാരനും അടക്കം, പോലീസുകാരനായ ASI ഒപ്പം കാണാതായ ഒരു പ്രതിയുടെ അമ്മ, ഇവരടക്കമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്.